നമ്മുടെ രേണു സുധിയും അതുപോലെ തന്നെ നമ്മുടെ അക്ബറും ഇവർ തമ്മിലുള്ള ആ ഒരു പ്രശ്നത്തെക്കുറിച്ചാണ് രാവിലെ നമ്മൾ ആദിലയും നൂറയൊക്കെ ചോദിക്കുന്നത് കേട്ടോ. അതായത് ആദില നൂറയെ ചോദിക്കുന്നു അക്ബറിന് മാപ്പ് കൊടുത്തുവെന്ന്. അപ്പം പറയുന്നില്ല, ഞാൻ മാപ്പ് കൊടുക്കില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു മാപ്പ് കൊടുക്കാമെന്ന് വിചാരിച്ചു. കാര്യം എൻ്റെ പുറകെ നടക്കുന്നു, എനിക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി തരുന്നുണ്ട്, ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്ന പോലെ തോന്നി. പക്ഷേ അത് ആത്മാർത്ഥത ഉള്ളതല്ല എന്നെനിക്ക് മനസ്സിലായി എന്നാണ് നമ്മുടെ രേണു സുധി പറയുന്നത്. അതായത് ആ ഒരു മിഡ് വീക്ക് എവിഷനിലേക്ക് നമ്മുടെ രേണു സുധിയുടെ പേര് സെലക്ട് ചെയ്തു. അതൊരു ഗെയിമിൻ്റെ ഭാഗമാണ്. അതിനിപ്പോൾ എത്ര വലിയ ഫ്രണ്ട്ഷിപ്പുള്ള ആളുകളാണെങ്കിൽ പോലും ഗെയിമിൻ്റെ ഭാഗം വരുമ്പോൾ നമ്മൾ ഇതുപോലെ അവരെ സെലക്ട് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ ആ മിഡ് വീക്ക് എവിഷന് വേണ്ടിയിട്ട് നമ്മുടെ രേണുവിൻ്റെ പേര് അക്ബർ ചൂസ് ചെയ്തു. അപ്പോഴേ എനിക്ക് മനസ്സിലായി ഇയാൾക്ക് എന്നോട് ആത്മാർത്ഥത ഇല്ലെന്ന്. അങ്ങനെ വല്ല ആത്മാർത്ഥത കാണിക്കാൻ വേണ്ടിയിട്ട് രേണുവും അക്ബറും തമ്മിൽ വലിയ ഫ്രണ്ട്ഷിപ്പൊന്നുമില്ല. ആകെ ആ ഒരു പേരിട്ടതിൻ്റെ പേരിൽ മാത്രമാണ് നമ്മുടെ ബിഗ് ബോസും ലാലേട്ടൻ പറഞ്ഞത് രേണുവിനെ കൊണ്ട് നല്ലത് പറയിപ്പിക്കണം എന്ന രീതിയിൽ. നല്ലത് പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് രേണുവിന് വേണ്ടി എന്തും ചെയ്യാൻ പറ്റുമോ? രേണുവിനെ ഈ നോമിനേഷനൊന്നും ഇടാതിരിക്കുകയും ഒക്കെ ചെയ്യുന്നതാണോ ആ നല്ലതെന്ന് പറയുന്നത്? അങ്ങനെയല്ല, രേണുവിനോട് മോശമായിട്ടുള്ള രീതി പെരുമാറരുത് എന്നതാണ് ഉദ്ദേശിച്ചത്. രേണുവിനെ ഇനി ഇതുപോലത്തെ പേരുകൾ ഉച്ചരിക്കരുത്. രേണുവും തിരിച്ച് അക്ബറിനിട്ട പേരെന്താണ്? വേട്ടപ്പട്ടയെന്ന്. അത് അത്ര നല്ല പേരൊന്നും അല്ലല്ലോ. അപ്പോൾ അതിനെക്കുറിച്ചും എനിക്ക് തോന്നുന്നു അത് ചോദിച്ചില്ല ലാലേട്ടൻ. അതും കൂടെ ചോദിക്കണമായിരുന്നു. എങ്കിൽ പിന്നെ ഇത്ര വലിയ ധൈര്യം രേണുവിനുണ്ടാകില്ല. അതായത് ഇപ്പോൾ രേണു വിചാരിച്ചിരിക്കുന്നത് പുറത്ത് ഈ അക്ബർ വിളിച്ച ഈ ഒരു പേര് വലിയ വിവാദമായിരിക്കുകയാണ്, അതുകൊണ്ടാണ് ലാലേട്ടൻ ഇത് ചോദിച്ചിരിക്കുന്നത്, തനിക്ക് പുറത്ത് ഭയങ്കര സപ്പോർട്ടാണ് എന്ന രീതിയിലാണ് ഇപ്പം നമ്മുടെ രേണു വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ മറിച്ച് രേണു സുധി ചോദിച്ച പേരും കൂടെ ചോദിച്ചെങ്കിൽ ഈ ഒരു തെറ്റിദ്ധാരണ രേണു ഉണ്ടാകില്ലായിരുന്നു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചത് മോശമായ പേരാണ്, അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമ പറയുക, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ ഗെയിം കളിക്കുക. ഈ രീതിയിൽ പറഞ്ഞിരുന്നെങ്കിൽ ഈ ഒരു തെറ്റിദ്ധാരണ രേണു ഉണ്ടാകില്ല. രേണു ഇപ്പോൾ വിചാരിച്ചിരിക്കുന്നത് പുറത്ത് തനിക്ക് ഭയങ്കര സപ്പോർട്ടാണ്, പക്ഷേ ഈ അക്ബർ ചെയ്യുന്നതെല്ലാം പുറത്ത് നെഗറ്റീവാണ്, വീണ്ടും രേണുവിൻ്റെ പേര് സെലക്ട് ചെയ്തതിപ്പം പുറത്ത് നെഗറ്റീവായിട്ടുണ്ടാകും എന്നൊക്കെയാണ് ആൾ ചിന്തിച്ച് വെച്ചിരിക്കുന്നത്. ഇതൊരു ഗെയിമാണ്, ഗെയിമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോമിനേറ്റൊക്കെ ചെയ്യും, പക്ഷേ മോശമായ വാക്കുകൾ ഉച്ചരിക്കാൻ പാടില്ല. അത് രണ്ടുപേരും ചെയ്തു. അക്ബർ ചെയ്ത് ഇച്ചിരി കൂടെ കൂടുതലാണ് എന്ന് പറഞ്ഞ് രേണു പറഞ്ഞത് നല്ലതായിട്ടുള്ള കാര്യമല്ല. രേണു പറഞ്ഞത് മോശമായിട്ടുള്ളൊരു പേര് തന്നെയാണ്. അതുപോലെ തന്നെ അക്ബറിനോട് ഇപ്പോൾ നമ്മുടെ ആദില നൂറയ്ക്കും പിന്നെ നമ്മുടെ ശരത്തിനും ഒക്കെ ഒരു പ്രത്യേക ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ട് കേട്ടോ. അക്ബർ ഈ പറഞ്ഞ പോലെ ആദില നൂറയോടൊക്കെ കൂടുതൽ ഒരു അറ്റാച്ച്മെൻ്റ് ആവാൻ ശ്രമിക്കുന്നുമുണ്ട്. ഒരു സപ്പോർട്ടൊക്കെ വേണമല്ലോ അതിന് വേണ്ടിയിട്ട്. അപ്പം ഇവരൊക്കെ ആയിട്ട് നല്ല സപ്പോർട്ട് ആയതുകൊണ്ട് തന്നെ ഇവരാണ് ഇപ്പോൾ ചോദിക്കുന്നത് രേണുവിനോട്. ശരത്തും ആദില നൂറയൊക്കെയാണ് ചോദിക്കുന്നത് മാപ്പ് കൊടുത്തുകൂടെയെന്ന്. അപ്പോൾ രേണു ഈ പറഞ്ഞത് കേട്ടപ്പോൾ ഇങ്ങനെ എനിക്ക് മാപ്പ് കൊടുക്കാൻ കഴിയില്ല, കാര്യം എൻ്റെ പേര് സെലക്ട് ചെയ്തു എന്ന് പറഞ്ഞ് കേട്ടപ്പോൾ നമ്മുടെ ബിന്നി നല്ലൊരു ഗെയിമറാണ് കേട്ടോ. അതായത് എരുതിയിൽ എണ്ണ ഒഴിക്കില്ലേ, ആ സൈസ് ഗെയിമാണ് നമ്മുടെ ബിന്നിയുടെ ആയിരിക്കുന്നത്. ഇന്നലെ കിച്ചണിൽ ഏരിയ നടന്ന സംഭവത്തിലും ബിന്നിക്ക് നല്ലൊരു പങ്കുണ്ട്. അതായത് ഒരു പ്രശ്നം നടക്കുമ്പോൾ അത് ആളി കത്തിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം നല്ല രീതിയിൽ ബിന്നി ചെയ്യുന്നുണ്ട് കേട്ടോ. അത് ബിന്നിയുടെ ഒരു പ്രത്യേക തരം ഒരു ഗെയിമാണ്. എന്താ പറയുക, അടിയിൽ കൂടെ പണി കൊടുത്തിട്ട് ഞാൻ ഇതിലൊന്നും ഇല്ല എന്ന രീതിയിൽ മാറി നിൽക്കുന്ന രീതി. അത് ഇന്നിപ്പോൾ ഇവിടെയും നമ്മൾ കണ്ടു. അതായത് രേണു സുധി ഇത് പറയുമ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ചേച്ചി, മാപ്പിടേണ്ട ആവശ്യമൊന്നുമില്ല ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് രേണു സുധി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്നലെ ആ കിച്ചൺ ഏരിയ വെച്ച് ഇത്രയും അടി കിടക്കുന്നതിൻ്റെ ഇടയ്ക്ക് വന്ന് എനിക്ക് വിശക്കുന്നു എന്ന് ചോദിക്കുന്നു. അപ്പം അവിടെയും വീണ്ടും അടി കിടക്കുമെന്ന് അറിയാം. കാര്യം വിശക്കുന്നു എന്ന് പറയുമ്പോൾ സമയത്ത് ആഹാരം ആയില്ല. അപ്പോൾ അതിൻ്റെ പേരിൽ വീണ്ടും എന്തായാലും അനീഷ് എന്തെങ്കിലും പറയുമെന്നറിയാം. അപ്പോൾ അതുപോലത്തെ ഒരു ഗെയിമാണ് നമ്മുടെ ബിന്നിയുടെ ഇരിക്കുന്നത്. അതായത് അടിയിൽ കൂടെ പണി കൊടുത്തിട്ട് ഇതിലൊന്നും പെടാതെ മാറി നിൽക്കും. എന്തായാലും നോക്കാം എന്താണ് എല്ലാവരുടെയും ഗെയിമെന്ന്. നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തണം.